മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അറബിയെ ഇഷ്ടപ്പെടണമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. ഉറക്ക നബിയിന റസൂലുള്ളാഹി. ആരെ ഇഷ്ടപ്പെടണമെന്ന്? ആരെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ പറ മനുഷ്യന്മാരെ. ആരെ ഇഷ്ടപ്പെടണം? അറബി ഭാഷ ഇഷ്ടപ്പെടണം. അറബി ഇഷ്ടപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞേ. അറബി ഭാഷയെ നമ്മൾ ഇഷ്ടപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിയെ ഇഷ്ടപ്പെടാൻ പറഞ്ഞത്. അറബി ഭാഷയെ നമ്മൾ ഇഷ്ടപ്പെടണം. ആ അറബി ഭാഷയുമായി നമുക്ക് വലിയ ബന്ധമുണ്ട്. നമ്മൾ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകദേശം 2021 കണക്കു പ്രകാരം 46 കോടി ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാ അറബി. എത്ര കോടി? 2021 കണക്കു പ്രകാരം 46 കോടി ജനങ്ങളുടെ മാതൃക ഭാഷയാണ് അറബി. അതുപോലെ തന്നെ 27ഓളം രാജ്യങ്ങളിൽ ഔദ്യോഗികമായിട്ടുള്ള ഭാഷയാണ് അറബി. അതല്ലാതെ പിന്നെ നമ്മളും അറബി ഭാഷ പറയാറുണ്ട്. അപ്പൊ അത്രയും വലിയ ഒരു ഏകദേശം ലോകത്തുള്ള ഭാഷകളിൽ വെച്ച് 4ാമത്തെ സ്ഥാനമാണ് അറബി ഭാഷയ്ക്കുള്ളത്. അള്ളാഹു അറബി പഠിക്കുവാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പഠിച്ചില്ലെങ്കിലും അതിനെ ഇഷ്ടപ്പെടാനെങ്കിലും നമ്മൾ തയ്യാറാകണം. ഇത്രയും നല്ലൊരു ദിവസം വന്നിട്ട് അതിനെക്കുറിച്ച് പറയാതെ വഴുതു പറഞ്ഞ എനിക്കൊരു സമാധാനം ഉണ്ടാകില്ല. അതുകൊണ്ട് ആദ്യം അറബി ഭാഷയെ കുറിച്ച് പഠിച്ചിട്ട് വഴുതു പറയാം. അതല്ലേ നല്ല കാര്യം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് ഇന്നത്തെ ദിവസം പറയാനല്ലേ പറ്റൂ. ഇന്നത്തെ ദിവസമല്ലേ പറയാൻ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അറബി ഭാഷയെ കുറിച്ച് പഠിക്കണം. നമുക്കും അറബിക്കും തമ്മിൽ വല്ലാത്ത ഒരു ബന്ധമുണ്ട്. അറബി ഭാഷയെ കുറിച്ച് നാം പഠിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ നമുക്കറിയാം. ഈ മഖാമിൽ കിടക്കുന്നവർക്ക് കറാമത്തുണ്ട്. അതുപോലെ പ്രവാചകന്മാർക്ക് അല്ലാഹു മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. ആ പ്രവാചകൻ മുഅ്ജിസത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ഇന്നും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല മുഅ്ജിസത്തുകളും കാണിച്ചിട്ടുണ്ട്. അത് പ്രവാചകന്റെ വഫാത്തോടുകൂടി അവസാനിച്ചെങ്കിലും ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ ഭൂമിയിൽ നിലനിൽക്കും. അതിനി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും, ആരൊക്കെ എന്തൊക്കെ ഇനി ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും, ഏതൊക്കെ നിയമങ്ങൾ പാസ്സാക്കിയാലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എത്ര കോടിക്കണക്കിന് മക്കളുടെ ഹൃദയത്തിലുണ്ട്. കുട്ടികളില്ലേ? ഞാൻ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു ചെറിയ ഉസ്താദ് ഒരു ചെറിയ മകനുമായിട്ട് വന്നു. എന്റെ അടുക്ക വന്നൊരു ചെറിയ മകൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ള കുട്ടി ഒരു 10ഓ 11ഓ വയസ്സ് വരും. ഒരു ഉസ്താദിന്റെ മകനാ. അടുത്തു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു, മോനെ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഉസ്താദ് ഹാഫിള. കണ്ണു തള്ളിപ്പോയി. പഠിച്ചു ഇത്ര ഉള്ളൊരു കുഞ്ഞ്, എന്റെ മോന്റെ എത്രയേ ഉള്ളൂ, ഒരു ചെറിയ ഹാഫിൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഓനെ വിളിച്ചിരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുത്തു. കാരണം ഒരു ഹാഫിൾ അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇതുപോലെ നൂറുകണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാർ അള്ളാഹുവിന്റെ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ആ ഖുർആനിന്റെ ഭാഷ ഏതാ? അത് അറബിയ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഭാഷ അത് അറബിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ അറബിയെ ഇഷ്ടപ്പെടണം, അറബി ഭാഷയെ നിങ്ങൾ ഇഷ്ടപ്പെടണം. അതിന്റെ കാരണം 3 എണ്ണമാണ്. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ അറബിയാണ്, ഞാൻ അറബിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഞാൻ അറബിയാണ്. 2, പരിശുദ്ധമായ ഖുർആൻ അറബി ഭാഷയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ, നിങ്ങൾ അറബി ഭാഷ ഇഷ്ടപ്പെടണം. അതിന്റെ 1ാമത്തെ കാരണം ഞാൻ അറബിയാണ്. 2, എന്റെ ഭാഷ അറബിയാണ്. 2ാമതായിട്ട് പറഞ്ഞു, ഖുർആനിന്റെ കലാമിന്റെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമിന്റെ ഭാഷയും അറബിയാണ്. നിങ്ങൾ അറബി ഭാഷ ഇഷ്ടപ്പെടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അറബി ഭാഷാ ദിനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ അള്ളാഹു എഴുതി വെച്ചിരിക്കുന്ന ഖുർആനിന്റെ ആയത്തുകൾ അറബി ഭാഷയിലാണ്. അതുകൊണ്ട് നമ്മൾ അറബിയെ സ്നേഹിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത കാര്യമാണ് ഇബാദത്ത്. നിസ്കാരം, ബാങ്ക്, ഇഖാമത്ത്, ദുആകള്, സ്വലാത്ത്, അത്തഹിയ്യാത്ത്, ഏത് കാര്യം എടുത്തു നോക്കിയാലും ഇബാദത്തിന്റെ ഭാഷയും അറബിയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലെ, ഇബാദത്തിന്റെ ഭാഷ അറബിയല്ലേ? അല്ലാഹു അക്ബർ, എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹു വലിയവൻ. ആരെങ്കിലും കൈ കെട്ടുമ്പോ അല്ലാഹു വലിയവൻ എന്ന് പറഞ്ഞിട്ടാണ് കെട്ടണേ? നിങ്ങൾ പറയറോ ചങ്ങാതി? അല്ലാഹു വലിയവൻ എന്ന് പറഞ്ഞിട്ടാണ് കൈ കെട്ടുക? കന്നഡത്തിൽ പറഞ്ഞിട്ടാ കെട്ടണേ? കന്നഡത്തിൽ എങ്ങനെയായിരിക്കും അത് പറയുക? അല്ലാഹു വലിയവൻ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടാണ് കൈ കെട്ടണേ? ഇല്ല. അപ്പൊ ഇബാദത്തിന്റെ ഭാഷയും അറബിയാണ്. ഇബാദത്തിന്റെ ഭാഷയും അറബിയാണ്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, ഇന്ത്യ വരെ വന്നില്ലേ? ഇന്ത്യയിൽ വരെ സ്വഹാബത്ത് വന്നില്ലേ? ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സ്വഹാബത്ത് ദഅവത്തുമായി കടന്നുപോയപ്പോ അവരവരുടെ പള്ളികളിൽ പോയിട്ട് അറബി ഭാഷയിൽ തന്നെയാണ് ഖുതുബ ഓതിയതും പല കാര്യങ്ങൾ ചെയ്തതും, അല്ലാതെ നാട്ടുകാരുടെ ഭാഷയിലല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പോഴല്ലേ ബാക്കിയുള്ള ഭാഷയൊക്കെ വന്നത്. ഖുതുബ പോലും അന്ന് അറബിയിൽ. സഹാബത്ത് പല ഇംഗ്ലീഷുകാരുടെ നാട്ടിൽ പോയി, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി. ഈ പോയ രാജ്യങ്ങളിൽ മുഴുവനും അവിടുത്തെ ഭാഷയിലല്ല എന്തോതിയത്? ഖുതുബ ഓതിയത്. എല്ലാ സ്ഥലങ്ങളിലും പോയപ്പം, ചൈനയിൽ പോയിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും പോയപ്പോ ചൈനയിലാണോ ഖുതുബ ഓതിയെ? ഇല്ല, അറബിയിലാ ഓതിയത്. ആ ബോധം നമുക്ക് വരണം. ഇപ്പം കുളിച്ചു കയറിയപ്പോൾ നമ്മൾ വേറെ പല സ്ഥലത്തും പോകാറുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇബാദത്തിന്റെ ഭാഷയും അറബിയ. 3, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തറവാട്ടിലെ ഭാഷയും അറബിയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എവിടത്തെ ഭാഷ? എവിടത്തെ ഭാഷ? തറവാട്ടിലെ ഭാഷ. തറവാട് എവിടാ? തറവാട് എവിടാ? പൊന്നാര ചങ്ങാതി, സ്വർഗം. ഉപ്പാപ്പായും ഉമ്മാമായും അവിടെ അല്ലേ നടന്നെ? ആദം നബി, ഹവ്വാ റളിയല്ലാഹു തആല അൻഹ, ഇവര് രണ്ടുപേരും. സ്വർഗത്തിലെ ഭാഷ ഏതാ? ഇംഗ്ലീഷാ? കന്നഡവാ? എന്താ നക്ക് അങ്ങനെ ഭാഷ ഉണ്ടല്ലോ. ഇതൊന്നും അല്ലപ്പാ. സ്വർഗത്തിലെ ഭാഷ അറബിയ. സ്വർഗത്തിലെ ഭാഷ അറബിയ. അപ്പൊ അവിടെ പോയിട്ട് സംസാരിക്കണമെങ്കിൽ എന്ത് പഠിക്കണം? അറബി ഭാഷ പഠിക്കണം. ഇപ്പോഴേ ട്രെയിനിങ് തുടങ്ങിക്കോ. സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്ന കാലമല്ലേ? അറബി വായിക്കാൻ പഠിച്ചോ, അറബി ഭാഷ പഠിച്ചു വെച്ചോ, എങ്കിലേ സ്വർഗത്തിൽ പോകുമ്പോൾ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അറബി ഭാഷ ഇഷ്ടപ്പെടണം. അതിന്റെ 1ാമത്തെ കാരണം, ഞാൻ അറബിയാണ്. 2, പരിശുദ്ധമായ ഖുർആൻ അറബി ഭാഷയിലാണ്. സ്വർഗത്തിലെ ഭാഷയും അറബിയാണ്. ഈ 3 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അറബി ഭാഷയെ ഇഷ്ടപ്പെടണം. അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞത്. അറബി ഭാഷ പഠിക്കണം. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, മനുഷ്യരെ പോലെ ഒരു വിഭാഗമാണ് അല്ലാഹുവിന്റെ മലക്കുകൾ. അല്ലാഹുവിന്റെ മലക്കുകളുടെ എണ്ണം നമുക്കറിയില്ലല്ലോ. മനുഷ്യനെ പോലെ ഒരു വിഭാഗമാണ് അല്ലാഹുവിന്റെ മലക്കുകൾ. ആ മലക്കുകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ ഈ വഅലിന്റെ സദസ്സിൽ പോലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അവരുടെ ദുആ നമുക്ക് കിട്ടുമാറാകട്ടെ. അല്ലാഹുവിന്റെ മലക്കുകളെ കുറിച്ച് നമുക്കറിയാം. ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം. അപ്പം മലക്കുകളുണ്ട്. ഈ മലക്കുകളാണെങ്കിൽ അവര് ഭക്ഷണം കഴിക്കാറില്ല, അവര് പാനീയം കുടിക്കാറില്ല, അവര് ഉറങ്ങാറില്ല, അവര് തെറ്റ് ചെയ്യാറില്ല. അവർ രാവും പകലും മരിക്കുന്ന കാലം വരെ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് നമ്മളെ പോലൊന്നുമല്ല.
എപ്പോഴും ഇബാദത്തിലാണ്. രാവും പകലും മുഴുവനും അവർ അല്ലാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും, അതാണ് അവരുടെ ജോലി. ആ മലക്കുകൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നതാണ് മലക്കുകളുടെ ജോലി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക. ആ മലക്കുകളുടെ ജോലി അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കലാണ്. അവര് പാപം ചെയ്യാറില്ല, അവർ ഉറങ്ങാറില്ല, അവര് ഭക്ഷണം കഴിക്കാറില്ല. പഠിച്ചവരെ 24 മണിക്കൂറും ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മലക്കുകൾ അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകൾ ഉണ്ടല്ലോ, അവരുടെ എണ്ണം അല്ലാഹുവിനല്ലാതെ മറ്റൊരു മഖ്ലൂഖിനും ഈ പ്രപഞ്ചത്തിൽ അറിയില്ല. അവരുടെ എണ്ണം അല്ലാഹുവിന് മാത്രമേ അറിയൂ. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ ചില അടിമകൾക്ക് വേണ്ടി ആ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ. പള്ളിയിലെ ഖതീബ് ഉസ്താദല്ല, ഹാഫിളീങ്ങളല്ല, ആലിമീങ്ങളല്ല, ഹജ്ജിന് പോയവരല്ല, മാതാപിതാക്കളല്ല, പഠിച്ചവനെ പ്രായം ചെന്നവരല്ല. അല്ലാഹുവിന്റെ മലക്കുകളായി സദസ്സിലിരിക്കുന്ന ചിലർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ പറയുകയാ, അല്ലാഹുവിന്റെ ചില അടിമകള് ഈ സദസ്സിൽ കടന്നു വന്നവരുണ്ടല്ലോ. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാനും കിടക്കുന്ന മണ്ണല്ലോ. ഈ ഉറൂസിന്റെ അവസാന ദിവസം ഈ സ്വർഗത്തിൽ വന്നിരിക്കാൻ അവസരം കിട്ടിയവര്, ഇത് ദുനിയാവിലെ സ്വർഗമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ പുറത്തു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. നിന്റെ മുന്നിൽ പടച്ചറപ്പ് സ്വർഗം കാണിച്ചു തന്നിട്ട് അതിനകത്തൊന്ന് കയറിയിരിക്കാൻ മനസ്സില്ലാതെ കച്ചവടം നടക്കുന്ന സ്ഥലങ്ങളിലൂടെ കറങ്ങി നടക്കുന്ന പെങ്ങള്, അല്ലാഹുവേ സ്വർഗത്തിലിരിക്കാൻ അവസരം കിട്ടുമ്പോ ഇവിടെ ഇരിക്കുന്നതിനേക്കാളും ഇരട്ടി ജനങ്ങള് പടച്ചവനെ കടകൾ കയറി പർച്ചേസ് നടത്തുകയാണ്. ഈ പാതിരാത്രിയിൽ ഈ മഹാനിന്റെ ഉറൂസിന്റെ അവസാന ദിവസം അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും ചുറ്റുഭാഗത്ത് ഒരുമിച്ച് നിന്നിട്ട് അവിടെ പടച്ചവനെ അല്ലാഹുവിന്റെ കരുണ ലഭിക്കുന്നതിന് വേണ്ടി പടച്ചറപ്പിന്റെ റഹ്മത്ത് ലഭിക്കാറ് മലക്കുകൾ ദുആ ചെയ്യുന്ന ഈ പുണ്യമായ സദസ്സിലോ ഇവിടെ വന്നിരുന്നിട്ട് പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇങ്ങനെ ഒരു മജ്‌ലിസ് കണ്ടിട്ട് പോലെ കയറിയിരിക്കാൻ മടിക്കുന്നവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരികയാ. സദസ്സിലിരിക്കുന്ന ഉപ്പാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിലർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ. മാതാപിതാക്കൾ ചെയ്തില്ലെങ്കിലും, മക്കൾ ചെയ്തില്ലെങ്കിലും, ഭാര്യ ചെയ്തില്ലെങ്കിലും, കൂടപ്പറപ്പുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിലും, നിന്റെ കുടുംബക്കാരോ നിന്റെ കൂട്ടുകാരോ നിനക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിലും അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ. ആനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ആ കോടാനുകോടി മലക്കുകളും ഒരു മലക്കനാണ് ലോകത്തുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്താ അല്ലാഹു ആ ദുആ സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മലക്ക് ദുആ ചെയ്താൽ മതി ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വരും രക്ഷപ്പെടാൻ. അതാണ് മലക്കിന്റെ പവർ. ഒരു മലക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്താൽ തന്നെ ദുആ സ്വീകരിക്കും. അപ്പൊ അല്ലാഹുവിന്റെ മലക്കുകൾ ഈ സദസ്സിലിരിക്കുന്ന ചില നന്മകൾ ചെയ്യുന്നവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പം മലക്കുകൾ ദുആ ചെയ്യുന്ന വിഭാഗത്തിൽ നമ്മളുണ്ടോ ഇല്ലേ? അതാ ഇന്നത്തെ ക്ലാസ്. അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന വിഭാഗത്തിൽ നീ ഉണ്ടോ ഇല്ലേ? ഞാനുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നോക്കല്ലേ ഇൻഷാ അല്ലാഹ്. എത്ര മണി വരെ?
10 മണിയായി. എത്ര മണി വരെ പറയടോ? എത്ര മണി വരെ? ഇൻഷാ അല്ലാഹ് പോകുന്നിടം വരെ പോകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 11 മണി വരെ നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ഒന്നാമത്തെ ഭാഗ്യവാനാരാ? അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ ഭാഗ്യവാനാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ഈ സദസ്സിലിരിക്കുന്ന ഭാഗ്യവാൻ ആരെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റു ചെയ്തു പോയി, നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, നമ്മളാരും മലക്കുകളല്ല, നമ്മൾ പാപം ചെയ്യുന്നവരാണ്, ജീവിതത്തിൽ പിഴവ് പറ്റാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. അല്ലാഹുവേ, ജീവിതത്തിലെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ, ചെയ്തു പോയ തെറ്റ് പടച്ചവനോട് ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ, കള്ള് കുടിച്ചവരുണ്ടല്ലോ, വ്യഭിചരിച്ചവരുണ്ടല്ലോ, പലിശ തിന്നവരുണ്ടല്ലോ, നിസ്കരിക്കാത്തവരുണ്ടല്ലോ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, അഹങ്കാരത്തോടെ നടക്കുന്നവരുണ്ടല്ലോ, ജീവിതത്തിൽ വന്നുപോയ ഒരു തെറ്റ് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് പടച്ച റബ്ബിനോട് ആരെങ്കിലും ഏറ്റു പറഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ, അവിടുന്ന് തൗബ ചെയ്താൽ ആ മനുഷ്യന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുമിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പറയുകയാ, നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, അല്ലാഹുവിനോട് നിന്റെ പാപങ്ങൾ നീ ഏറ്റുപറഞ്ഞ പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, ഈ അടിമയുടെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പടച്ചവനോട് പറയുന്നു, നാഥാ, ഇവന് പുറത്തു കൊടുക്കണേ അല്ലാ, ഇവന്റെ പാപം പൊറുക്കണേ അല്ലോ. എന്നിട്ട് പടച്ചവനോട് മലക്കുകൾ പറയുകയാ, അല്ലാഹുവിനോട് മലക്കുകൾ പറയുകയാണ്, ഇവന്റെ പാപം പൊറുക്കണേ തമ്പുരാനോ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞാൽ, അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, ഇവന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലോ. എന്നിട്ട് മലക്കുകൾ പറയുകയാ, അല്ലാഹുവേ, ഇവന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ചല്ല, ഖുർആൻ ഓതുന്നവരുടെ പ്രതിഫലമല്ല, സദഖ കൊടുത്തവരുടെ പ്രതിഫലമല്ല, പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചവരുടെ പ്രതിഫലമല്ല, സുന്നത്ത് നോമ്പ് പിടിച്ചവരുടെ പ്രതിഫലമല്ല, പള്ളി കെട്ടിക്കൊടുത്തവരുടെ പ്രതിഫലമല്ല. അല്ലാഹുവേ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെയ്തു പോയ ഒരു പാപമുണ്ടല്ലോ,
ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയി, ഈ ചെയ്ത തെറ്റ് റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് പറയുകയാ, അല്ലാഹുവേ ഇവനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഇവനെ ശിക്ഷിക്കല്ലേ അല്ലാ, ഇവനെ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് ദുആ ചെയ്യുകയാ. എന്നിട്ട് അവര് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിനോട് മലക്കുകൾ പറയുകയാ, ഇവന് മാത്രം പുറത്തു കൊടുത്താ പോരാ, ഇവന് മാത്രം പുറത്തു കൊടുത്താ പോരാ, ഇവന് ജന്മം നൽകി ഇവന്റെ വാപ്പയുണ്ടല്ലോ, പടച്ചവര് ഇവന് ജന്മം കൊടുത്ത ഇവന്റെ പിതാവുണ്ടല്ലോ, അതാ ഇവന് വേണ്ടി ജീവിച്ച ഇവന്റെ വാപ്പയുണ്ടല്ലോ, അല്ലാഹുവേ 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നൊന്തു ഇവനെ പ്രസവിച്ച് ഇവനെ പാല് കൊടുത്ത് പോറ്റി വളർത്തിയ ഇവന്റെ ഉമ്മയുണ്ടല്ലോ അല്ലാ, ആ മാതാപിതാക്കൾക്കും നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയുമ്പോ നിനക്ക് സ്വർഗ്ഗം കിട്ടാൻ അവര് ദുആ ചെയ്യുകയാണ്. വമൻ സ്വലഹ മിൻ ആബായിഹിം, പടച്ചവരെ നിന്റെ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗം കിട്ടാ ദുആ ചെയ്യുകയാ. എന്നിട്ട് മലക്കുകൾ പറയുന്നു, നാഥാ ഇവന്റെ മാതാപിതാക്കൾക്ക് മാത്രം കൊടുത്താ പോരാ, പടച്ചവനെ ഇവന്റെ ദുഃഖത്തിനും ഇവന്റെ സന്തോഷത്തിനും ഇവന്റെ കൂടെ കഴിയുന്ന ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ഇവന്റെ ഇണയുണ്ടല്ലോ, ഇവന്റെ ഭാര്യയുണ്ടല്ലോ, ആ പാവപ്പെട്ടവൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവൾക്കും നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. എന്നിട്ട് അവിടുന്ന് മലക്കുകളെ നിർത്തുന്നില്ല, അവര് പറയുകയാ, ഇവന്റെ രക്തത്തിൽ പിറന്ന ഇവന്റെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഇവന്റെ മക്കൾക്കും നീ പുറത്തു കൊടുക്കണം തമ്പുരാനോ, അവരോട് കരുണ കാണിക്കണം തമ്പുരാനോ, അവനെ നീ നരകത്തിലിട്ട് ശിക്ഷിക്കല്ലേ അല്ലാ, അവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. ആർക്ക് വേണ്ടിയെന്നറിയുവോ? ആർക്ക് വേണ്ടിയാണ്? പടച്ച റബ്ബിന്റെ മലക്കുകളോ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാടാത്ത, ഒരു നിമിഷം പോലും ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ മാറ്റിവെക്കാതെ പടച്ച റബ്ബ് കൊടുത്ത നാവ് കൊണ്ട് നല്ലത് മാത്രം പറഞ്ഞ മലക്കുകൾ പറയുകയാ, അല്ലാഹുവേ ഇവനെയും ഇവന്റെ മാതാപിതാക്കളെയും ഇവന്റെ ഭാര്യ സന്താനങ്ങളെയും നീ കുടുംബസമേതം സ്വർഗത്തിലേക്ക് കടത്തിവിടണേ അല്ലാ എന്ന് അല്ലാഹുവിന്റെ മലക്കുകളെ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം, അത് കള്ളു കുടിച്ചതാണെങ്കിലും വ്യഭിചരിച്ചതാണെങ്കിലും പലിശ തിന്നതാണെങ്കിലും എന്ത് വൃത്തികെട്ട് കാണിച്ചതാണെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ നീ അതൊന്ന് ഏറ്റുപറഞ്ഞാൽ, അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപത്തെ കുറിച്ച് നീ ഏറ്റുപറഞ്ഞാൽ, നീ, നിന്റെ മാതാപിതാക്കള്, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ കുടുംബസമേതം സ്വർഗ്ഗം കൊടുക്കണേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇതിനേക്കാളും കൂടുതൽ നമുക്ക് എന്താ വേണ്ടേ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാൻ ഇങ്ങോട്ട് വെച്ചു, ഫാൻ തിരിച്ചു വെച്ചു, എനിക്ക് വേണ്ട. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയുന്നവന്റെ കുടുംബസമേതം സ്വർഗ്ഗത്തിൽ പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കണം. നമുക്കാണെങ്കിൽ ദുആ ചെയ്യാൻ മടിയാ, നമ്മളാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുആ ചെയ്യാൻ പേടിയാ, നമുക്ക് മടിയാ. അല്ലാഹുവിന്റെ മുന്നിൽ കൈയുയർത്താൻ സമയമുണ്ടോ നമുക്ക്? ഉസ്താദന്മാര് പറയും ദുആ ചെയ്യണം, ദുആ ചെയ്യണം, ദുആ ചെയ്യണം. എന്തിനാ ഉസ്താദ് ഇത്ര ദുആ ചെയ്യുന്നേ?
എന്തിനാ ഉസ്താദെ ഇത്ര ദുആ ചെയ്യുന്നേ? എടാ പൊന്നാര ചങ്ങാതി, ദുആ ചെയ്താലുള്ള പ്രതിഫലം അറിയോ? നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകും. ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ശബ്ദം അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടാകും. ഞാൻ ദുആ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹിനോട് പറയും, പടച്ചോനെ സിറാജ് ദുആ ചെയ്യുന്ന റബ്ബേ. ആകാശത്ത് നിൽക്കുന്ന മലക്കുകൾ, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കും, പടച്ചവനെ സിറാജ് ദുആ ചെയ്യുന്ന റബ്ബേ, നീ അവനൊക്കെ പുറത്തു കൊടുക്ക് റബ്ബേ, അവന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്ക് റബ്ബേ എന്നും മലക്കുകൾ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം പരിചയമുണ്ടാകണമെങ്കിൽ നമ്മൾ ദുആ ചെയ്യണം. നമ്മളോ പള്ളിയിലെ ഖതീബ് പാവം ജുമാ നിസ്കാരം കഴിഞ്ഞ് 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് റബ്ബേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോ എവിടെ റോഡിൽ നിൽക്കുന്നുണ്ട്, ജുമായ്ക്ക് പോയതാ വെള്ളിയാഴ്ച. ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഇറങ്ങി ഓടുക. സലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ഓട്ടമാണല്ലോ, ഓട്ട മത്സരമാണല്ലോ. ആരാപ്പ ഇരിക്കണത്? കുറച്ചു പേര് ഇരിക്കാറില്ല, പിന്നെ ചിലരിയ്ക്കും. അവരുടെ ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ സദ്യ ഉണ്ണാനിരിക്കുന്നത് പോലെ ഇങ്ങനെ 2 കാലം അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഇരിക്കും. ഒരു കൈ നേരെ പിടിക്കുവോ? ഈ ആമീൻ ഉസ്താദിന് തന്നെ തോന്നും, ഞാൻ ആർക്ക് വേണ്ടി അല്ലാഹ് ഈ ദുആ ചെയ്യണമെന്ന്. കാരണം പള്ളിക്കാട്ടിൽ ഇരിക്കണ പോലെ ആമീൻ പറയുന്ന ശബ്ദം കേൾക്കാറില്ല. ചിലരുടെ കൈ പിടിച്ചിരിക്കണത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഇരിപ്പ ഇങ്ങനെ തറയിലിട്ടിരിക്കുക, ഇങ്ങനെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ. ആലിച്ചൂക്ക് സഹോദരൻ, നമ്മളെക്കാളും വലിയ മടിയന്മാർ ഈ ലോകത്തുണ്ടോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ദുആ ചെയ്യണം. എന്തിനാ ഇത്ര മടി കാണിക്കാം? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയും. ഇഖ്ലാസ് വേണ്ടേ? എടാ ദുആയ്ക്ക് ചില മര്യാദകളുണ്ട്. ചുമ്മാതെ എല്ലാരും പറയണ കാര്യമാ, ഉസ്താദെ ദുആ ചെയ്തിട്ട് സ്വീകരിക്കണില്ല. ആര് പറഞ്ഞ് സ്വീകരിക്കണില്ല എന്ന്? എടാ ആര് അള്ളാഹുവിനോട് ദുആ ചെയ്താലും 3-4 കാര്യം അള്ളാഹു അവന് കൊടുക്കാതെ വെറും കയ്യോടെ മടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇനി എത്ര വലിയ കൊള്ളാത്തവനാണെങ്കിലും, എത്ര വലിയ മോശക്കാരനാണെങ്കിലും, ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ് വെറും കയ്യോടെ മടക്കത്തില്ല. ഒന്നുകിൽ നീ ചോദിച്ചത് അള്ളാഹു തരും, ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അള്ളാഹ് തരും. അതല്ലെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ നാളെ പരലോകത്തിലേക്ക് മാറ്റിവെക്കും. അതാണ് ഹദീസ് പറയുന്നത്. നാളെ പരലോകത്ത് ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോ പടച്ചവൻ ഇങ്ങനെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ചില നന്മകൾ കൊണ്ടുവന്നിടും. ഇതെന്താ ഞാൻ ചെയ്യാത്താണല്ലോ കൊണ്ടിടുന്നത്, ഇതെന്താ പടച്ചവൻ? അപ്പഴാ പറഞ്ഞു കൊടുക്കണത്, നീ ദുനിയാവിൽ വെച്ച് ചെയ്ത ദുആ ഉണ്ടല്ലോ, ആ ദുആയ ഇത്. അന്ന് നീ ചോദിച്ചപ്പോ കിട്ടിയില്ല, അന്ന് നീ ചോദിച്ചപ്പോ ഈ ദുആയ്ക്ക് ഉത്തരം കിട്ടിയില്ല. ഇന്ന് അപ്പം മനുഷ്യൻ പറയൂ അത്രേ, ദുനിയാവി വെച്ച് ചെയ്ത ഒരു ദുആയും സ്വീകരിക്കാതിരുന്നാ മതിയായിരുന്നു, കാരണം ആഖിറത്തിൽ കിട്ടും. അപ്പൊ ഒന്നുകിൽ ദുആ ചെയ്താൽ ദുനിയാവിൽ വെച്ച് തന്നെ നീ ചോദിച്ചത് അല്ലാഹു തരും, അതല്ലെങ്കിൽ 2 ആഖിറത്തിലേക്ക് മാറ്റിവെക്കും, അല്ലെങ്കിൽ 3 എന്തെങ്കിലും അല്ലാഹു നിനക്ക് തരും. ചോദിച്ചത് തന്നില്ലെങ്കിലും നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷർറിനെങ്കിലും അല്ലാഹു തട്ടിമാറ്റും. ഇതാ അല്ലാഹ്, ഇതാണ് പടച്ച റബ്ബ്. പക്ഷെ നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല. ദുആ ചെയ്യുന്നതിന് ചില മര്യാദകളുണ്ട്. ദുആ സ്വീകരിക്കണമെങ്കിൽ ജീവിതത്തിൽ ചെയ്യേണ്ട ചില നന്മകളുണ്ട്. ചുമ്മാതെ ചാടിക്കേറി ഇരുന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചോദിക്കുമ്പോൾ അതിൻ്റെതായ മര്യാദയോടുകൂടി, അതബോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ ഒരടിമയെ പോലെ നിൽക്കണം. യാചിക്കുന്നവനെ പോലെ പഞ്ചായത്തിൽ പോകും, മുനിസിപ്പാലിറ്റി പോകും, ഗവൺമെന്റ് ഓഫീസുകളിൽ പോകും. എന്നിട്ട് നിൽക്കുന്നത് കാരണം സാറേ സാറേ സാറേ, എന്തൊരു താഴ്മയെന്നറിയോ? എടാ ഒരു പേപ്പർ റെഡിയാക്കാൻ വേണ്ടി എന്തിന്? കോവിഡ് വന്നാൽ ഇപ്പൊ എന്തെങ്കിലും മറ്റേ എന്തെടുക്കല്ല, ഇഞ്ചക്ഷൻ എടുക്കാൻ പോവില്ലേ? അവന്റെ മുന്നിൽ പോയി വളയുക. എന്നാ നിന്നെ പടച്ച അള്ളാടെ മുന്നിൽ ആ താഴ്മയുണ്ടോ? ഇല്ല, അള്ളാഹുവിനോട് കാണിക്കുന്നില്ല. ദുആ ചെയ്താ സ്വീകരിക്കണോ? ദുആ ചെയ്താ സ്വീകരിക്കണോ? ഒരു കാര്യം ചെയ്തിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ തള്ളപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ദുആ അല്ലാഹു തള്ളപ്പെടില്ല. ഏത് ദുആ? ഏത് ദുആ? ബിസ്മി പറഞ്ഞുകൊണ്ട് ആരാണോ ദുആ ചെയ്യുന്നത് അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം? ഒന്ന് അവരെ പറഞ്ഞിട്ടുണ്ടോ? തിന്നുമ്പോ പറയണില്ലല്ലോ, പിന്നല്ലേ ദുആ ചെയ്യുമ്പോ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാറുണ്ടോ? എന്ത് ബിസ്മി? കൈ കഴുകണില്ലല്ലോ ഉസ്താദേ, പിന്നല്ലേ. ആരാടാ ബിസ്മി? മട്ടൻ ബിരിയാണി എടുത്ത് വെണ്ടി വെച്ചിരിക്കുമ്പോ എന്ത് ബിസ്മി? നടന്ന് തിന്നുന്നവൻ, യാചിച്ച് തിന്നുന്നവൻ. നമ്മളൊക്കെ ദുആ ചെയ്യും, അല്ലാഹുവേ മരിക്കണ കാലം വരെ ആരുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരത്തില്ലെന്ന് ദുആ ചെയ്യൂലേ?
ദുആ ചെയ്യൂലേ? എന്നിട്ട് എന്തിനാ കല്യാണ വീട്ടിൽ പോയിട്ട് യാചിക്കണേ? ഇപ്പൊ പുതിയ മോഡൽ കണ്ടിട്ടില്ലേ? കല്യാണ വീട്ടിൽ പോകും, എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ തെണ്ടുവാ, ഇങ്ങനെ. കല്യാണ വീട്ടിൽ പോയിട്ട് ഇവിടെ ഉണ്ടോ ബൊഫേ സിസ്റ്റം, എങ്ങനെ പോയിട്ട് തെണ്ടുവാ, ഇങ്ങനെ ഇങ്ങനെ തെണ്ടി തിന്ന. അള്ളാഹു കാക്കമാറാകട്ടെ. അതിന് പോകുന്നവനെ മടല് വെട്ടിയിട്ട് തല്ലണ്ടേ? ഞാൻ പോകാറില്ല അങ്ങനെയുള്ള കല്യാണത്തിന്. എനിക്ക് ഭക്ഷണം മുന്നിൽ കൊണ്ട് വെക്കണം. ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങനെ ഇരക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇബ്ലീസ് ഇങ്ങനെ നിൽക്കുന്ന വീട്ടില്, ഇബ്ലീസ് വീട്ടിൽ ഇങ്ങനെ നിൽക്കും, ഇബ്ലീസിന്റെ മക്കളും നിൽക്കും. അപ്പൊ ഇങ്ങനെ ബിസ്മി പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇബ്ലീസ് പറയും, മക്കളെ വാ, ഇന്ന് ആഹാരം ഉണ്ട്, എല്ലാവരും കൂടിക്കോ, പോയി ഇരുന്ന് തിന്നോ. പടച്ചവനെ, നിന്റെ പെണ്ണുമ്പിള്ളയുടെ മക്കളുടെ ഇടയിൽ ശൈത്താനും മക്കളും കയറി ഇരുന്ന് തിന്ന. പിന്നെ എങ്ങനെ? അൽ ജിൻസ് യമീരുൽ ജിൻസ്, ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നല്ലേ. ശൈത്താൻ ഇടയിൽ കയറി ഇരുന്ന് തിന്നുമ്പോ ആ ശൈത്താന്റെ സ്വഭാവം നമുക്കുണ്ടാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്ന ബിസ്മി പറഞ്ഞ് തിന്നാൻ തുടങ്ങിയാലോ ഇബ്ലീസ് പറയും, ഇന്ന് പട്ടിണിയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യ്. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അതുകൊണ്ടാ പറഞ്ഞത്. ഈ അടുത്തൊരു ഉമ്മ പറയുന്നു, ഉസ്താദ്, എന്റെ മക്കള് തമ്മിൽ ശത്രുക്കളെ പോലെ കിടന്നടിക്കുക, കൂടപ്പിറപ്പുകൾ. ഒരു ഉമ്മയുടെ 2 മക്കള്, ജ്യേഷ്ഠനും അനിയനും, ശത്രുവിനെ പോലെ തല്ലുക. അതിന്റെ കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഭവനം ഏതെന്നറിയോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീട്? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന്, ആരുടെ വീട്ടിലിരുന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട്ടിലാണ് അള്ളാഹു ഈ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട്. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ചുമ്മാതല്ല വീട്ടിൽ ബദർ യുദ്ധം നടക്കുന്നേ. എങ്ങനെ തിന്നാനാ? അതെങ്ങനെ തിന്നാനാ? പണ്ടങ്ങനെ ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഭാര്യ നോക്കി നിൽക്കും, ബറക്കത്തിന് ഇത്തിരി വെക്കും, അതേ പാത്രത്തിൽ കഴിക്കും, ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കഴിക്കും. ഇന്നോ നിങ്ങൾ ആരെങ്കിലും തിന്നിട്ട് നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്തു നോക്കും, ഓളത് തിന്നൂല. എന്തിനു? മക്കൾക്ക് കൊടുക്ക്. എടാ, പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചെറിയ ചട്ടിക്കകത്ത് ചോറും കറിയും എല്ലാം കൂടെ വാരിയിട്ടിട്ട് ഈ സിമെന്റ് കുഴക്കണ പോലെ ഒരു കുഴച്ചിട്ട് ഇങ്ങനെ വാരി തരുമ്പോ ഓടിച്ചെന്ന് ആർത്തിയോടെ തിന്നും. ഞാൻ തിന്നിട്ടുണ്ട്, നിങ്ങളും തിന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു 5-6 വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ച് കുഴച്ചിട്ട് വേണം നോക്കുമ്പോൾ അവൻ പറയും, ഉമ്മ തിന്നോളാൻ, അവൻ തിന്നൂല. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ബിസ്മി പറഞ്ഞിട്ട് കഴിക്കുക, ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യുക. ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയൂ. ഉസ്താദേ, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ചോദിക്കേണ്ടതുപോലെ നീ ചോദിക്കാത്തത് കൊണ്ടാ. അല്ലാഹുവിനോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കാത്തത് കൊണ്ടാ. എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നറിയോ? പാപങ്ങളോരോ ഉസ്താദ് പറഞ്ഞു തരികയാ. എങ്ങനെയാണ് പടച്ച റബ്ബിനോട് തൗബ ചെയ്യേണ്ടതെന്നറിയോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? പൊറുക്കന്റെ പാപമാ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോകാർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ.
അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല, നിന്നെ പോലെ പൊറുക്കുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല. പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ വന്നു പോയി, ഇതൊക്കെ പടച്ചവനെ ഇബ്ലീസ് ചതിച്ചതാണല്ലോ, പെട്ടുപോയതാണല്ലോ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ചെയ്തു പോയതാ അല്ലാഹുവേ, അഹങ്കാരത്തോടെ ചെയ്തതല്ല. എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാം, എന്നിട്ടും ചെയ്തത് അഹങ്കാരമല്ല അല്ലാ, പറ്റിപ്പോയതാണ് റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയോ, നീയും നിന്റെ ഭാര്യയും നിന്റെ മാതാപിതാക്കളും നിന്റെ മക്കളും സ്വർഗത്തിലോ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് തൗബ ചെയ്യാൻ പറയുന്നത്? നിങ്ങളെ തൗബയെ പിന്തിപ്പിക്കല്ലോ, നിങ്ങളെ തൗബയെ പിന്തിപ്പിക്കല്ലോ. കാരണമെന്നറിയോ? തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് തൗബയെ കുറിച്ച്. പ്രവാചകൻ അവിടുന്ന് തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ജീവിതത്തിൽ ചെയ്തു പോയ പാപം പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയാ. മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു. ഈ യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ മായിസ് വന്നിട്ട് പറയുകയാ. എന്താണ് പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ പോലെ പറയുന്നു പോമായിസ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, പോമായിസ് എന്ന് പറഞ്ഞു പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു വിടുകയാ. കാരണം എന്തെന്നറിയോ? വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് കേൾക്കാത്തത് പോലെ പറഞ്ഞു വിടുകയാ. പോയി തൗബ ചെയ്യട്ടെ, പോയി തൗബ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നാട്ടി വിടുകയാണ്. പക്ഷേ മായിസിന് സമാധാനമില്ല. രണ്ടാമതും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ സഹാബാ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ സഹാബ. സ്വഹാബികൾ പറഞ്ഞു, നബിയേ, മായിസ് റളിയല്ലാഹു തആല അൻഹു കള്ളു കുടിക്കുന്ന സ്വഹാബിയല്ല. പടച്ചവനെ, മായിസ് റളിയല്ലാഹു തആല അൻഹു മൂന്നാമതും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി, എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. എനിക്കറിയാ നബിയേ, എനിക്കറിയാ നബിയേ, എന്നിട്ടും ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു ശിക്ഷിക്കൂല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഇവിടത്തെ ശിക്ഷ സഹിക്കാൻ കഴിയുമല്ലോ? മരണത്തോടുകൂടി ഒരു അവസാനമുണ്ടല്ലോ. പക്ഷേ നാളെ പരലോകത്ത് ചെല്ലുമ്പോ എനിക്ക് കഴിയില്ല നബിയേ. ഒരു വ്യഭിചാരിയെ പോലെ, ഒരു പാവിയെ പോലെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് പേടിയാ നബിയേ. നരകത്തിന്റെ തീ എനിക്ക് പേടിയാ നബിയേ.
എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അല്ലാഹു തആല അവനെ എറിഞ്ഞു കൊല്ലാൻ പറയുമ്പോ പടച്ച റബ്ബേ, സ്വഹാബികൾ അവിടെ നിന്ന് ഏറ് തുടങ്ങി, സ്വഹാബികളെ കല്ലെടുത്തെറിയാൻ തുടങ്ങി. മായിസ് റളിയല്ലാഹു തആല വേദന സഹിക്കാൻ കഴിയാതെ ഓടുകയാ. മായിസുതങ്ങൾ വേദന സഹിക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെടുകയാണ്. പടച്ചവരെ, സ്വഹാബികൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. പ്രവാചകന് സമാധാനമായി, പ്രവാചകന് സമാധാനമായി. കുറച്ചു കഴിയുമ്പോ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ട് വരുന്നു മായിസ്. യാ റസൂലല്ലാഹ്, അറിയാതെ ഓടിപ്പോയതാ നബിയേ. ശരീരം വേദനിച്ചപ്പോ ഓടിയതാണ് നബിയേ. ഒരു കുഴി കുത്തിയിട്ട് ആ കുഴിക്കകത്തി എന്നെ ഇറക്കി നിർത്തിയിട്ട് എറിയാ പറ നബിയേ. ഓടണമെന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. ചെറുപ്പക്കാരാ, എന്തുകൊണ്ടാണ് ഈ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള കാരണം എന്തെന്നറിയോ? ഇവിടെ വെച്ച് അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി കഴിഞ്ഞാൽ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയുമല്ലോ. അതുകൊണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ, അതാ ഒരു പെണ്ണ് കിടന്നു വരികയാ. മായിസ് റളിയല്ലാഹു തആല അവനെ എറിഞ്ഞു കൊന്ന കഥ കേട്ടപ്പോ ഒരു പെണ്ണ് കിടന്നു വരികയാണ് നബിയേ. രണ്ടാമത്തെ പ്രതി ഞാനാ. എന്റെ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞു മായിസിന്റെ കുഞ്ഞാണ് നബിയേ. പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, എനിക്കുള്ള ശിക്ഷ തരാറ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ ഗർഭിണിയല്ലോ, നീ പ്രസവിച്ചു കഴിഞ്ഞു വരാറ് പറഞ്ഞു വിടുകയാണ്. ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. 9.5 മാസം കഴിഞ്ഞു. അവിടെ നിന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോ ചോര കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയോ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നീ പാല് കൊടുക്കൂ, ഈ കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ. പടച്ചവനെ പിന്നെയും പറഞ്ഞു വിടുകയാണ്. അവസാനം തന്റെ കുഞ്ഞ് പാല് കുടി നിർത്തിയപ്പോ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയമെത്തിയപ്പോ ആ ചോര കുഞ്ഞുമായിട്ട് മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് മറ്റുള്ള ഭക്ഷണം വെച്ച് കൊടുത്ത് കാണിച്ചു കൊടുക്കുകയാ. ഭക്ഷണം കഴിക്കാ തുടങ്ങി നബിയേ. എനിക്കുള്ള ശിക്ഷതാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ മുന്നിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങി എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ, റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയടാ. കള്ളു കുടിച്ചവനാണെങ്കിലും വ്യഭിചരിച്ചവനാണെങ്കിലും പലിശ തിന്നവനാണെങ്കിലും എത്ര വലിയ വലിയ അപരാധം ചെയ്തവനാണെങ്കിലും നീ മടി കാണിക്കണ്ട. നിനക്കൊരു പേടിയും വേണ്ട, ഒരു വിഷമവും വേണ്ട. ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയാൻ കഴിയൂ. നിന്റെ അല്ലാഹുവെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തിട്ട് സ്വർഗം കൊടുത്തവനാ. ജീവനോടെ എന്റെ പൊന്നാര പെമ്മക്കളെ കുടിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ? മയ്യത്തിനെ വ്യഭിചരിച്ചവന് പടച്ച റബ്ബ് പുറത്തു കൊടുത്തില്ലോ? പിന്നെ എന്തിനാ നീ ഭയപ്പെടുന്നത്? ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറയുന്നു, നബിയേ, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എത്ര വലിയ ദ്രോഹം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് പറയാറ്, എന്നോടൊന്ന് ഏറ്റു പറയാറ്. ചെയ്തു പോയത് മുഴുവനും എന്റെ മുന്നിലൊന്ന് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യാറ്. അവരോട് പറ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ് നബിയേ. അതുകൊണ്ട് മലക്കുകളുടെ ദുആ വേണോ? നാളത്തേക്ക് മാറ്റിവെക്കല്ലേ. കാരണം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ നീ ഉണ്ടാകും
എന്താകുമെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഈ മക്കാമിന്റെ മുന്നിലിരുന്നിട്ട് ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരുപാട് കരയണമെന്നില്ല, ഒരുപാട് നിലവിളിക്കണമെന്നില്ല. പറയേണ്ടത് ആത്മാർത്ഥത വേണം ചെറുപ്പക്കാരാ, ഇഖ്ലാസ് വേണം മോനെ. ഇഖ്ലാസോടുകൂടി പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഒരു അസ്തഗ്ഫിറുള്ളയാണെങ്കിലും പടച്ചവനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്ന ഒരു ചെറിയ വാക്കാണെങ്കിലും അല്ലാഹു നിനക്ക് പുറത്തു തരും. ഒരു ചരിത്രം പറയട്ടെ, ഒരുപാട് കേൾക്കുന്ന ചരിത്രമല്ലോ. എങ്കിലും ചെറുപ്പക്കാരോ ആകാൻ വേണ്ടി ഒരു ചരിത്രം പറയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ മുന്നിലേക്ക് തന്റെ ജനതകൾ കടന്നു വരികയാണ്. ജനങ്ങളെ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ വെള്ളത്തിന്റെ ക്ഷാമമാണ് നബിയേ, കുടിക്കാ വെള്ളമില്ല നബിയേ, മൃഗങ്ങൾ പോലും വലിയ പ്രയാസത്തിലാണ് നബിയേ, അതുകൊണ്ടൊരു പരിഹാരം കാണണം നബിയേ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്, ജനങ്ങളോട് പറഞ്ഞു ഒരു ദിവസം ഒരുമിച്ച് കൂടാറ്, എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാറ്. പടച്ചവനെ അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളുടെ മുന്നിലേക്ക് പോയിരുന്നു. ചരിത്രം പറയുകയാണ്, 70,000 പരം വരുന്ന ജനങ്ങളുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി ദുആ ചെയ്യുകയാ, അല്ലാഹുവേ മഴ തരണേ അല്ലാ, വല്ലാത്ത പ്രയാസമാ അല്ലാ. മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാ. പടച്ചവനെ മഴ വരുന്നില്ല, അടയാളം കാണുന്നില്ല. മൂസാ നബി പിന്നെയും ദുആ ചെയ്യുകയാ. അപ്പോഴാണ് വിളിച്ചു പറയുന്നു, മൂസാ ദുആ സ്വീകരിക്കില്ല മൂസാ, മഴ പെയ്യില്ല മൂസാ. കാരണം എന്തെന്നറിയോ, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ നടുവിലോ 40 കൊല്ലമായിട്ട് പടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ഒരു ധിക്കാരിയുണ്ട്. അല്ലാഹു ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തനും 40 വർഷമായിട്ട് മറന്നു നടക്കുന്നവനോ അവനീ സദസ്സിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാൻ പറ, അവൻ എഴുന്നേറ്റ് പോകാൻ പറ. അല്ലാഹുവേ മൂസാ നബി വിളിച്ചു പറയുകയാ, ആരാ? അല്ലാഹുവിനെ 40 കൊല്ലമായി മറന്നു നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ ഈ സദസ്സിലുണ്ട്. ഒരു പാപിയായ മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകണേ, അവൻ എഴുന്നേറ്റ് പോകണേ. മൂസാ നബി ഇവിടെ നിന്ന് പറന്നു കഴിയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ? അല്ലാഹ്, ഈ വൃത്തികെട്ടവനാരാ? ഇത്രയും വലിയ പാവി ആരാ? ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുകയാണ്. ഒരാൾ പോലും എഴുന്നേറ്റ് പോകുന്നില്ല. അപ്പോഴാണ് 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനവിടെ ചിന്തിച്ചു, അല്ലാഹ് കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ ജനങ്ങൾ അറിയുമല്ലോ, നാണം കെടുമല്ലോ. എഴുന്നേറ്റ് പോകാതെ ഇരുന്നാൽ മഴ പെയ്യില്ലല്ലോ. ആ മനുഷ്യനവിടുന്ന് തന്റെ കുറ്റബോധം വരികയാണ്. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളെന്ന് വരികയാണ്. ആ മനുഷ്യൻ ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹുവേ തന്റെ മുട്ടിലേക്ക് തന്റെ തലയങ്ങ് താഴ്ത്തി വെക്കുകയാ. അവിടുന്ന് തലയങ്ങ് താഴ്ത്തി വെച്ചിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ ഇന്ന് വരെ ചെയ്തത് പാപമാ അല്ലാഹ്, സമ്മതിക്കുന്നു അല്ലാഹ്, കുറ്റബോധമുണ്ട് റബ്ബേ. എങ്ങനെയാണ്
തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാഹ്. എങ്ങനെയാണ് ചെയ്തു പോയ പാപങ്ങൾ നിന്നോട് പറയേണ്ടതെന്ന് എനിക്കതുപോലും അറിയില്ല അല്ലാഹ്. എങ്കിലും ഞാൻ പറയുകയാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാഹ്. ഇനി ഒരിക്കലും നിന്നോട് ഞാൻ എതിര് പ്രവർത്തിക്കില്ല. ഇന്നുവരെ ചെയ്തത് പുറത്തുതാ അല്ലാഹ്, ഇന്നുവരെ ചെയ്തത് എനിക്ക് പുറത്തുതാ അല്ലാഹ്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹ് എന്റെ തൗബ സ്വീകരിച്ചാൽ, എന്റെ പാപം പൊറുത്താൽ മഴ തരണേ അല്ലാഹ്, മഴ തരണേ അല്ലാഹ്. ആകാശത്ത് കാർമേഘം വരികയാണ്. ജനങ്ങൾ മുഴുവനും മഴ വരുന്നത് കണ്ടപ്പോ സന്തോഷം കൊണ്ടവരോടുകയാ. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. മൂസാ നബിക്ക് അത്ഭുതമായി, റബ്ബേ ഒരാളും എഴുന്നേറ്റ് പോയില്ലല്ലോ, ഒരാളും എഴുന്നേറ്റ് പോയില്ലല്ലോ. അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, മൂസാ നബിയേ ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തു. ആ മനുഷ്യൻ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. പടച്ച റബ്ബിനെ പേടിച്ച് 5 നേരം നിസ്കരിച്ച് നടക്കുന്നവർ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ഇതുപോലെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുണ്ടല്ലോ, ആരെങ്കിലും അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞാൽ അവന് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണല്ലോ, പള്ളിയിലെ ഖതീബിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്നവരാണല്ലോ. ഉസ്താദ് അവിടെ ഫാത്തിഹ ഓതുമല്ലോ. മലക്കുകളുടെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പള്ളിയിൽ നമ്മൾ നമസ്കരിക്കാൻ പോകും. പള്ളിയിലെ ഖതീബ് ഉസ്താദ് ഫാത്തിഹ ഓതും, പള്ളിയിലെ ഇമാമ് ഫാത്തിഹ ഓതും. ആ ഫാത്തിഹ ഓതി തീർന്നതിന് ശേഷം ഉസ്താദ് പറയും ആമീൻ വലല്ലാലീൻ ആമീൻ. ആ ആമീൻ എന്ന് പറയുന്ന സമയം ആരാണോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് ആമീൻ പറയുന്നത്, അവൻ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉസ്താദ് വലല്ലാലീൻ ആമീൻ എന്ന് ഉസ്താദ് പറയുന്നതിന് മുമ്പേ നമ്മൾ ആമീൻ പറയും, ഇല്ലേ? ഉസ്താദ് ആമീൻ പറയുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ചില ബിരുദന്മാരുണ്ട്, ഖതീബ് സുജൂദിൽ എത്തുന്നതിന് മുമ്പേ സുജൂദിൽ പോയിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരില്ലേ? അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇല്ലേ? ഉസ്താദ് സുജൂദിൽ എത്തിയിട്ടില്ല, അതിനു മുമ്പേ സുജൂദിൽ പോയി കിടക്കുന്ന ആൾക്കാരില്ലേ? നാളെ പന്നിയുടെ കോലത്തിൽ എഴുന്നേറ്റ് വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഏത് കോലത്തിൽ? പന്നിയുടെ കോലത്തിലാണ് നാളെ പരലോകത്ത് അവർ കടന്നു വരുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാം ഓതുമ്പോൾ എന്തു പറയണം? ആമീൻ എന്ന്. ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അമ്മനൽ ഇമാമ ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം ആമീൻ ചൊല്ലിയാൽ നിങ്ങളും ആമീൻ ചൊല്ലുക, നിങ്ങളും ആമീൻ ചൊല്ലുക. ഒരാളുടെ ആമീൻ ചൊല്ലൽ മലക്കുകളുടെ ആമീനുമായി, ആ രണ്ടുമായി ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അവൻ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ആമീൻ ഇമാമു വലല്ലാലീൻ എന്ന് പറഞ്ഞു, ആമീൻ. ആ സമയത്ത് നമ്മൾ ആമീൻ പറയുമ്പോ നമ്മളുടെ ആമീനും മലക്കുകളുടെ ആമീനും തമ്മിൽ യോജിച്ചു കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരും. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അതൊരു കാരണമാണ്.
നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ കൂടെ അതെങ്ങനെ ഉസ്താദ് വലിയ സൂറത്താണ് ഓതുന്നതെങ്കിൽ തീരാറാകുമ്പോഴേ നമ്മൾ കയറത്തുള്ളൂ. ഉസ്താദ് വലിയ സൂറത്താണ് ഓതുന്നതെങ്കിൽ തീരാറാകുമ്പോഴേ കയറത്തുള്ളൂ. ഉസ്താദ് എങ്ങാനും വലിയ സൂറത്ത് ഓതി ആലോചിച്ച് വയ്ക്ക്, പിന്നെ പരാതിയ കമ്മിറ്റി ഓഫീസിൽ പരാതിയ ഉസ്താദ് ഇങ്ങനെ വലിയ സൂറത്ത് ഓതിയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ ഓത്ത് ദീർഘിപ്പിക്കണമെന്നാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരം ദീർഘിപ്പിക്കണം, ഖുർആൻ പാരായണം ദീർഘിപ്പിക്കണം. നിസ്കാരം ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ മരണവേദന അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും, അവന്റെ മരണം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പിന്നെ ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതുന്നത് വെറുതെ അല്ല. നിങ്ങൾ ചോദിക്കുമല്ലേ, എന്തുവാടാ ഉസ്താദ് എന്നും ഈ വദ്ദുഹ തന്നെ, ഉസ്താദ് എന്നും വദ്ദുഹ തന്നെ ഓതുന്നത് എന്താ, ഉസ്താദിന് വലിയ സൂറത്തൊന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കുന്ന വാപ്പമാരുണ്ട്. പാപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാമുമാര് ചെറിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കാവൂ. പള്ളിയിലെ ഖതീബന്മാർ എന്ത് ചെയ്യണം? ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. കാരണം എന്താ? ഇപ്പൊ ഇവിടത്തെ പള്ളിയിലെ ഖതീബ് നിസ്കരിക്കുമ്പോ എത്രയോ പ്രായമുള്ളവർ ഉസ്താദിന്റെ പുറകെ നിൽക്കുന്നുണ്ട്, രോഗികൾ നിൽക്കുന്നുണ്ട്. യാത്രക്കാര് പള്ളി കണ്ടപ്പോ ഒന്ന് നിസ്കരിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് ചാടിക്കേറി നിന്നതാ. ഉസ്താദ് ബക്കറ ഓതിക്കൊണ്ടിരുന്ന ഈ പുറകെ നിൽക്കുന്നവൻ പറയും, പടച്ചോൻ ഇങ്ങേരെന്താ ഹത്ത ഓതുന്നു, അല്ല തീരുന്നില്ല. അല്ല ചിന്തിച്ചു നോക്ക്. എടാ, ഇമാമിന്റെ പുറകിൽ നിൽക്കുന്നവനെ പ്രയാസപ്പെടുത്തരുത്. അതാ മനസ്സിലാക്കേണ്ടത്. ഇബാദത്തിന്റെ വിഷയം പോലും, നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്തരുതെന്ന അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഉസ്താദ് വലിയ സൂറത്ത് ഓതിക്കൊണ്ട് നിന്നാ നമ്മൾ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ ആക്ക, എന്തിന് നിർത്താൻ? നമ്മൾ നിർത്താൻ. നമ്മൾ ആരെന്നറിയോ? ഈ പറഞ്ഞതിനർത്ഥം കുലുഹുള്ള ഇന്നത്തിനെ അടിക്കണമെന്നല്ല. നമ്മളാരാ? റമളാൻ മാസം വരുമ്പോ ചില പള്ളികളിൽ ഹത്ത ഓതും, അവിടെ പോകത്തില്ല. വല്ലുഹ മുതൽ താഴോട്ട് ഓതുന്ന പള്ളി തെരഞ്ഞു പോകുന്ന ബിരുദന്മാരാ നമ്മൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. അവിടെ എന്താമീനില്ലേപ്പാ, എന്താമീന നമുക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ അവകാശിയെ ഞാൻ പറഞ്ഞു തരാം. സ്വർഗത്തിൽ പോണോ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോണോ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. അതിലും മടിയന്മാരുണ്ടോപ്പോ? നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശിയെ ഉറപ്പിച്ച് ഞാൻ പറയാം, നീ സ്വർഗത്തിന്റെ അവകാശിയ. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കഷ്ടപ്പാടുമില്ല, 5 പൈസയുടെ ചെലവില്ല, 40 ദിവസം നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, 40 ദിവസം അവ്വല് തക്ബീറോടുകൂടി നിസ്കരിക്കണം. പറ്റുമോ? ഇമാമ് കൈകെട്ടുമ്പോ നീ പുറകിലുണ്ടാവണം, അല്ലാതെ നിസ്കാരത്തിന് പോയി കൂടുകയല്ല. ഉസ്താദ് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടുമ്പോ 40 ദിവസം കൈകെട്ടാൻ നീ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കെട്ടാൻ പറ്റുമോ? നോക്കപ്പറിയാം. 38 ദിവസം ഉണ്ടാവും, 39ാമത്തെ ദിവസം പോകും. കാരണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എടാ, ഒരാള് ഇങ്ങനെ ശൈത്താൻ എങ്ങനെ ഒരാളെ ചെയ്യാൻ? അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കല് ഒരാള് വന്നിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് പൈസ കുഴിച്ചിട്ട് തങ്ങളെ എവിടാണെന്ന് എനിക്ക് അറിയണില്ല, ഒന്ന് പറഞ്ഞുതരാൻ. അപ്പൊ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഈ ഫിഖിന്റെ മസലയൊക്കെ അറിയത്തുള്ളൂ. ഇല്ല തങ്ങളെ, ഇവ ഇങ്ങനെ ചോദിക്കാം, പോയി നിസ്കരിക്കടാന്ന് പറഞ്ഞു. ഓൻ അങ്ങോട്ട് പോയി കൈ കെട്ടിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചപ്പോ തന്നെ ഇബ്ലീസ് വന്ന് പറഞ്ഞു കൊടുത്തു, പൈസ ഇന്ന സ്ഥലത്താ കിടക്കണേ. ഓൻ ഓടിച്ചെന്ന് നോക്കുമ്പോ അവിടെ തന്നെ കിടക്കണം. ഇപ്പൊ ഇയാള് വന്നിട്ട് അബൂ ഹനീഫ തങ്ങളോട് ചോദിക്കാം, അതെങ്ങനെ മനസ്സിലായി? നിസ്കരിച്ചങ്ങനെ. എടാ, നീ നിസ്കരിക്കാൻ കൈകെട്ടി, നിസ്കരിക്കാൻ പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിച്ചു, പൈസ കിടക്കണ സ്ഥലം ഓർമ്മയില്ല, പിന്നെയും നിസ്കരിക്കും, ഓർമ്മ വരുന്നത് വരെ ഇവൻ നിസ്കരിക്കും. നിസ്കരിച്ച പ്രതിഫലം കിട്ടിയില്ലെങ്കിലും സുജൂദ് ചെയ്ത പ്രതിഫലം കിട്ടുമല്ലോ. അപ്പൊ ഇബ്ലീസിന് ഇഷ്ടമല്ല, അതുകൊണ്ടാ വന്ന് ഓർമ്മിപ്പിച്ചതെന്ന്. അതാ ഇബ്ലീസ് അങ്ങനെ. തൗബ ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്ന് ചോദിച്ചു, നബിയെ, ഞാനൊരു പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്തു. പിറ്റേ ദിവസവും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? ഈ തൗബ ചെയ്യണം. പിന്നെയും ചെയ്തു നബിയെ, പിന്നെ തൗബ ചെയ്യണം, പിന്നെയും തൗബ ചെയ്യണം, പിന്നെയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇബ്ലീസിന് മനസ്സിലാകണം ഇവനെ ഇനി തെറ്റിയിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങണം. ഇബ്ലീസ് തോറ്റുപോകുന്നത് വരെ തൗബ ചെയ്യണമെന്ന്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇബ്ലീസ് അങ്ങനെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ കയറി പോകുമ്പോ ഉറങ്ങിക്കിടക്കണ ഒരുത്തനെ സുബഹിക്ക് മുമ്പ് പോയിട്ട് ഇബ്ലീസ് വിളിച്ചുണർത്തിയിട്ട് പറയാടാ, ചങ്ങാതി, സുബഹിക്ക് ബാങ്ക് വിളിക്കാറായി, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം.
ഇബ്ലീസ് ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തിയിട്ട് പറയുന്നു, എഴുന്നേറ്റ് നിസ്കരിക്ക്, തഹജ്ജുദ് നിസ്കരിക്ക്. ഇത് കണ്ടപ്പോൾ മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി. സാധാരണ ഇവൻ കിടത്തി ഉറക്കാറില്ലേ പരിപാടി, ശൈത്താൻ മൂത്രം ഒഴിപ്പിച്ചിട്ട് ഉറക്കാറല്ലേ സുബഹി നിസ്കരിക്കാതെ പോലും. അപ്പൊ ഇബ്ലീസ് വിളിച്ചുണർത്തി കണ്ടപ്പോ ചോദിച്ചപ്പോ പറഞ്ഞത്, ഇന്നലെ ഞാൻ ഇവനെ ഉറക്കി. ഇന്നലെ ഇവനെ ഞാൻ ഉറക്കിയപ്പോ ഇവൻ ചെയ്ത പണി എന്തെന്നറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കാരവും ഖുർആൻ ഓതലും തൗബ ചെയ്യലും. പടച്ചവനെ, അതിനേക്കാളും നല്ലത് ഇവൻ 2 റക്അത്ത് നിസ്കരിക്കുന്നതാ. വിളിച്ചുണർത്തി വിട്ടു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കാരവും ദുആയും തൗബ, ഇത് മാത്രമേ ഉള്ളൂ. കരച്ചലോടെ കരച്ചല്. ഇവൻ നിസ്കരിച്ചിരുന്നെങ്കിൽ 2 റക്അത്തിന്റെ പ്രതിഫലേ കിട്ടത്തുള്ളൂ. നിസ്കരിക്കാതിരുന്ന അള്ളാഹ് ഇവന്റെ എല്ലാ പാവവും പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് വിളിച്ചു വിട്ടേന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇമാമിന്റെ ആമീൻ വലല്ലാലീൻ ആമീൻ എന്ന് പറയുമ്പോൾ നീയും പറയണം, മലക്കുകളുടെ ആമീനുമായിട്ട് നിന്റെ ആമീൻ യോജിച്ച, നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു നിന്നെ ശുദ്ധീകരിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഞാൻ വിശദീകരിക്കുന്നില്ല. 3 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടാൻ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടാൻ 3ാമത്തെ നന്മ എന്തെന്നറിയോ? عن أم الدرداء رضي الله تعالى عنه قالت حدثني سيدي أنه سمع رسول الله صلى الله عليه وسلم يقول من دعا لأخيه بظهر الغيب قال الملك المؤكل به آمين ولك بمثلي. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മലക്കുകളുടെ ദുആ കിട്ടുന്ന 3ാമത്തെ വിഭാഗമാരാ. പഠിക്കണേ ചെറുപ്പക്കാരാ, പഠിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിന്റെ സഹോദരൻ നിന്റെ അടുക്കലില്ല, നിന്റെ സഹോദരൻ അടുത്തില്ലാത്ത സമയത്ത് നിന്റെ സഹോദരന് വേണ്ടി നീ ദുആ ചെയ്താൽ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിലെ ഉസ്താദിനെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഞാൻ ദുആ ചെയ്യും, അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. ഉസ്താദ് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ? എങ്കിൽ പള്ളിയിലെ ഉസ്താദ് എന്നോട് എനിക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. ഉസ്താദിന് ഞാനില്ല, ഉസ്താദ് ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്യുക. നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ സഹോദരൻ നമ്മുടെ കൂടെ ഇല്ലാത്ത സമയത്ത് അവന് വേണ്ടി ദുആ ചെയ്യുക. അവന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ ചെയ്യാറുണ്ടോ? അവൻ കൊത്തുവാള എടുക്കണേന്ന് നമ്മൾ ചെയ്യും. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് യതീഖാനയിലായി കാണണമെന്നുള്ള ആഗ്രഹം നമുക്കുള്ളൂ. നമ്മൾ ചെയ്യാറുണ്ടോ? ഒന്ന് ആലോചിക്കേ. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ അങ്ങനല്ല. ഒരാൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഒരാൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത കാലം, അസൂയ ഉണ്ടാകുന്ന കാലം. ഒരു ചെറുപ്പക്കാരൻ ഒരു കഥ പറഞ്ഞു. പണ്ട് ഒരു കഥയാണ്. പണ്ട് ഗൾഫ് നാടിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഞണ്ടുകളുടെ ഒരു പ്രദർശനം നടന്നു. ഞണ്ടല്ലേ, അറിയോ? ഞണ്ടിനെന്താ? എടഞ്ചി, മനസ്സിലായ? എനിക്ക് കടിക്കുന്ന സാധനല്ലേ? അപ്പൊ ഇത് പല പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുപ്പിക്കകത്തിട്ടിരിക്കുക, അടച്ചു വെച്ചിരിക്കുന്നു. എല്ലാത്തിന്റെ കയ്യും കാലും കെട്ടിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ കൊണ്ടുപോയ ഞണ്ടിന്റെ പാത്രം അടച്ചിട്ട് പോലും ഇല്ല. എല്ലാ ഞണ്ടിന്റെയും കയ്യും കാലും കെട്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഞണ്ടിന്റെ പാത്രം അടച്ചിട്ടില്ല, തുറന്നിട്ടിരിക്കുക. അപ്പൊ ആരോ ചോദിച്ചു, എന്തേപ്പ എല്ലാം അടച്ചിട്ടിരിക്കുന്ന? അമേരിക്കയുണ്ട്, ചൈനയുണ്ട്, എല്ലാ രാജ്യത്തിന്റെ പാത്രം അടച്ചു വെച്ചിരിക്കണ്, എന്തപ്പ നമ്മുടെ നാടിന്റെ മാത്രം അടച്ചു വെക്കാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഞണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി വലിഞ്ഞു മുകളിൽ കയറിയ താഴെ നിൽക്കുന്നവൻ തന്നെ വലിച്ചു തറയിലിട്ടേക്കുന്നു. അതാ ഒരാള് നന്നാകുന്നത് മറ്റൊരുത്തൻ ഇഷ്ടമില്ലാത്ത കാലം. അസൂയാണ് നമുക്ക്. ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെക്കുന്നതിന്റെ അർത്ഥം എന്തെന്നറിയോ? അല്ലാഹ് നീ കാണിച്ചത് ശരിയായില്ല, അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല. അതിനർത്ഥം എന്താ? അല്ലാഹ് അവൻ ചെയ്യുന്ന അതേ ജോലിയല്ലേ ഞാനും ചെയ്യണേ. ഓനും ഗൾഫിൽ പോയി, ഞാനും ഗൾഫിൽ പോയി. ഓൻ വീടും വെച്ചു, വണ്ടി എടുത്തു, എനിക്കൊന്നുമില്ലല്ലോ അല്ലാഹ്, നീ കാണിച്ചത് ശരിയല്ലല്ലോ അല്ലാഹ്. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അസൂയക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെക്കുന്നവന്റെ കാര്യം കട്ട പുകയാ.